പാകിസ്ഥാൻ സൈന്യം പിടികൂടിയ BSF ജവാൻ PK സിംഗിന്റെ ജീവനിൽ ആശങ്കയുണ്ടെന്ന് ഭാര്യ. എത്രയും വേഗം മോചിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കുടുംബം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ ചെയ്യുന്നു. ശ്രീനാഥ്, എന്താണ് ഈ മോചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഫ്ലാഗ് മീറ്റിംഗ് അടക്കമുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ലേ കാര്യങ്ങൾ? തീർച്ചയായും ബംഗാൾ സ്വദേശിയാണ് ഈ പിടിയിലായ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പിടിച്ചു കൊണ്ടുപോയ BSF ജവാൻ. അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാഗ് മീറ്റിംഗ് നടത്തി ഈ കാര്യത്തിൽ ഒരു തർക്കമൊക്കെ പരിഹരിച്ച് അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു യോഗത്തിന്, ഫ്ലാഗ് മീറ്റിംഗിന് പാകിസ്ഥാൻ തയ്യാറായില്ല. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി അത്തരം ശ്രമങ്ങൾ ഇന്ത്യ നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതിനൊന്നും തയ്യാറാവുന്നില്ല. അതേസമയം ഇദ്ദേഹത്തിന്റെ ഈ ജവാന്റെ ചില ഫോട്ടോസ്, ചില ചിത്രങ്ങൾ പാകിസ്ഥാൻ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവിക കുടുംബത്തിന് വലിയ ആശങ്കയുണ്ടാകും. അദ്ദേഹം മടങ്ങിയെത്തേണ്ടത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു യുദ്ധം നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയോ ചെയ്തതല്ല. അതിനപ്പുറത്തേക്ക് ഈ പഞ്ചാബിലെ ഈ പ്രദേശത്ത് അവിടെ കർഷകർ കൃഷി ചെയ്യുന്നിടത്ത് കൃഷിഭൂമിയിൽ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി 2 BSF ജവാന്മാർ പോവാറുണ്ടായിരുന്നു. കിസാൻ ഗാർഡ് എന്നതാണ് അവർ അറിയപ്പെടുന്നതും. അതിൽ ഒരാളാണ് വളരെയധികം ചൂട് കൂടിയ സമയത്ത് ഒരല്പം തണൽ തേടി മാറി നിന്നപ്പോഴേക്കും അത് അതിർത്തി കടന്നിരിക്കുന്നു എന്ന് സൂചിപ്പിച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എത്തി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. ഏതായാലും അദ്ദേഹത്തിന് മടങ്ങി വരവിനായി രാജ്യവും അദ്ദേഹത്തിന്റെ കുടുംബവും കാത്തിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് വലിയ സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ഇക്കാര്യത്തിൽ ചുമത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹേൽ, നോമാൻസ് ലാൻഡിൽ നിന്നാണ് അതിർത്തി കടന്ന് ആരോപിച്ചു പാകിസ്ഥാൻ നമ്മുടെ ജവാനെ പിടിച്ചുകൊണ്ടുപോയത്. മോചനത്തിലുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പാകിസ്ഥാൻ ഇതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല. എന്നിരുന്നാലും രാജ്യവും നാടും കാത്തിരിക്കുകയാണ് ആ ജവാന് വേണ്ടി.